ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എൻ്റെ കിച്ചൺ ഈ ഒരു അവസ്ഥയിലായി കേട്ടോ. അതിനിടയിൽ ഞാനൊരു പെർഫ്യൂം എടുത്തടിച്ചിട്ട് മൈഗ്രെയിനും വന്നു. ആകെ ഒരു റിലേ പോയ അവസ്ഥയായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ അറിയാലോ, കിടക്കാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഏകദേശം പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ എഴുന്നേറ്റത്. എന്നിട്ട് നേരെ പോയി പാത്രങ്ങൾ കഴുകി, കുറേ പാത്രം കഴുകാണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ചോറ് വെച്ചിട്ടു. എന്നൊരു തട്ടിക്കുട്ട് ലഞ്ച് ഉണ്ടാക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നോൺ വെജ് ഒന്നും എന്തായാലും ഇല്ല. അപ്പം ചെറിയൊരു ചോറും പയറുതോരനും ചമ്മന്തിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇവൻ ഈ അടുക്കളയിൽ വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്റെ സ്കൂളിലത്തെ അസംബ്ലിന്റെ പാട്ട് പാടിട്ടേ. All of my soul, I worship the soul, the way this stands up is a new word, oh, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവൻ അടുക്കളയിൽ വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവൻ വീട്ടിലുള്ള സമയത്ത് അപ്പം ഇങ്ങനെ എപ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പം ഇവനുള്ളപ്പോൾ ഇവൻ കുറേ കഥകളൊക്കെ പറയും കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാട്ടൊക്കെ പാടും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇവനുള്ള ദിവസം വീട്ടിൽ കുക്കിങ്ങും ബാക്കി പരിപാടികളൊക്കെ നടത്താറ്. എന്താ അറിയില്ല, അതുപോലെ ഏട്ടനും അടുക്കളയിൽ വന്നിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏട്ടന് അങ്ങനെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ പിടിച്ചു കണ്ടിട്ട് അടുക്കളയിൽ ഇരുത്തും. കാരണം വല്ലപ്പോഴും അല്ലേ നമുക്ക് ഇങ്ങനത്തെ ചാൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പം മൊബൈലൊക്കെ റൂമിൽ വെച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അടുക്കളയിൽ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പയറുതോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും ഒരു പ്രത്യേകതയാണ്, തേങ്ങ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. പുട്ടിന് പോലും തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ തേങ്ങ ഇടാതെയാണ് അധികം പുട്ട് ഉണ്ടാക്കാറുണ്ട്. എനിക്ക് മാത്രമേ ഞാൻ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കാറുള്ളൂ. അതുപോലെ ഈ പയറുതോരന് ശരിക്കും കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷെ ഇവിടെ ആർക്കും അതൊന്നും ഇഷ്ടമല്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ നല്ല സുഖമാണ് കേട്ടോ. കുക്കിംഗ് ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് കഴിയും. ഇതിപ്പോൾ കുക്കറിലിട്ട് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പയറുതോരൻ റെഡിയാണ്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് അധികം ഇഞ്ചി ഇടുന്നുണ്ട്. 2 ദിവസം മുമ്പേ പയറുതോരൻ കഴിച്ചിട്ട് സച്ചിന് നല്ല രീതിയിൽ ഗ്യാസ് കയറി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് അധികം ഇഞ്ചി ഇടാമെന്ന്. അപ്പം അധികം ഗ്യാസിൻ്റെ ഇഷ്യൂ വരില്ലല്ലോ. പിന്നെ നമ്മുടെ കുക്കറൊക്കെ ശരിയായി കേട്ടോ. ഇപ്പം അതിൻ്റെ വാഷറിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കൊണ്ടു കൊടുത്ത സമയത്ത് അവർ അലൂമിനിയം കുക്കറിൻ്റെ വാഷർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കറക്റ്റായിട്ട് വാങ്ങിയിട്ടോ. രണ്ടാമത് പോയിട്ട് പിന്നെ എനിക്ക് ഈ തേങ്ങ ചിരകാൻ കുറച്ച് മടിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ചൂഴ്ന്നാണ് കേട്ടോ എടുക്കുന്നത്. ചില ദിവസമൊക്കെയാണ്, പക്ഷെ ചില ദിവസമൊക്കെ മടിയാണ് കേട്ടോ. ഈ ഒരു 1-2 വീക്സ് ആയിട്ട് എനിക്ക് കുറച്ച് ലേസിനെസ് കൂടുതലായിരുന്നു. കാരണം ഈ പാത്രം കഴുകി അതിന്റെ സ്ഥാനത്തേക്ക് തിരിച്ചെടുത്ത് വെക്കാതിരിക്കുക, തുണി അലക്കിയത് അതേപോലെ കൊണ്ടിട്ട് കട്ടിലിടും. ഓപ്പോസിറ്റ് റൂമിലൊരു കട്ടിലുണ്ട്, അവിടെ കൊണ്ടുപോയിടും. എന്നിട്ട് സാവധാനം ആവശ്യമുള്ളപ്പോൾ അവിടെ പോയി എടുക്കും കേട്ടോ. അപ്പോൾ ഈ 2 ആഴ്ച ഏട്ടൻ്റെ ആ ഒരു റൊട്ടീനും കുറച്ച് തെറ്റി. കാരണം ഷർട്ട് ഒരു സ്ഥലത്തായിരിക്കും, പാൻറ് ഒരു സ്ഥലത്തായിരിക്കും, അങ്ങനെ സോക്സ് പെയർ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ വിചാരിച്ചു അങ്ങനെ പറ്റില്ല എന്ന്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്തത് ആ തുണിയൊക്കെ അതാത് സ്ഥലത്ത് മടക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഏട്ടനും എടുക്കാൻ സുഖമായിരിക്കും. എടുക്കില്ല, നമ്മളിങ്ങനെ എല്ലാം കൃത്യമായിട്ട് എടുത്തു കൊടുക്കണം, അല്ലെങ്കിൽ വീണ്ടും എല്ലാം വലിച്ചിടും കേട്ടോ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ അന്ന് നമ്മുടെ പയറുതോരൻ ഒന്ന് വറവിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് അടച്ചു വെച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ ഫുള്ളായിട്ട് അങ്ങോട്ട് തെറിക്കും കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ കടുക് പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ തോന്നുന്നു ഇതെനിക്ക് ഒറിജിനൽ കടുകല്ലേ. ഇവിടുന്ന് വാങ്ങുന്ന കടുക് മാത്രമേ ഇങ്ങനെ ഉള്ളൂ കേട്ടോ. ഭയങ്കര പൊട്ടല. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും കൂടെ എടുത്തിട്ട് ഒന്ന് പയറുതോരൻ വറവിടാമെന്ന് വിചാരിച്ചിട്ട്, ചെറിയ വറവിടുമ്പോൾ അതിനകത്ത് കുറച്ച് ചെറിയുള്ളിയും കൂടെ വറവിട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ്. തേങ്ങയൊന്നും ഇടാത്തതുകൊണ്ട് ആ ചെറിയുള്ളീൻ്റെ ഒരു ടേസ്റ്റ് അതിനകത്ത് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. സച്ചും ഇതല്ലാതെ ചോറിൻ്റെ കൂടെ അല്ലാതെ വൈകുന്നേരത്തെ ചായക്കൊക്കെ അതിൻ്റെ കൂടെ കഴിച്ചോളൂ കേട്ടോ. അവനും ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാണോന്ന് അറിയില്ല, ചിലപ്പോൾ എന്നെ പേടികൊണ്ടായിരിക്കും. കഴിച്ചോളൂ കേട്ടോ ആള്. അപ്പം ഞാൻ കുറച്ച് അധികം പയറുതോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഈവനിങ് ചായക്കും കൂടെ കണക്കാക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചമ്മന്തിയൊക്കെ അരച്ചിട്ടോ. ചമ്മന്തി അരച്ച് പിന്നെ രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു, പുട്ടിനുള്ള കടലക്കറി ഉണ്ടായിരുന്നു, അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടലക്കറിയും പയറുതോരനും ചമ്മന്തിയും അച്ചാറും തൈരും ചോറും അതായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച്. ചിക്കൻ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് വാവായതുകൊണ്ട് നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. വൈകുന്നേരമാണ്, അമ്പലത്തിൽ പോകാനും ഉണ്ട്.
അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് സച്ചുവിനോട് പറയുന്നത് അവന് പായസം വേണമെന്ന്, അവന് ന്യൂഡിൽസിന്റെ പായസം വേണമെന്ന്. പുള്ളി ഉദ്ദേശിക്കുന്നത് സേമിയ പായസമാണ് കേട്ടോ. അപ്പൊ ഞാൻ പണ്ട് ഇവനെ പായസം കുടിപ്പിക്കാൻ വേണ്ടി ന്യൂഡിൽസ് കൊണ്ട് ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കൊടുക്കല്. അപ്പൊ ഇപ്പൊ ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോഴും അവനത് ന്യൂഡിൽസ് പായസമാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാം. 1:30 ആയിട്ടുണ്ടായിരുന്നു സമയം. ഒരു 1:45 2 മണിയാകുമ്പോൾ ഏട്ടൻ ഫുഡ് കഴിക്കാൻ വരും. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏട്ടനും കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ പായസം ഉണ്ടാക്കി. നമ്മുടെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ട് പാലും നമ്മുടെ സേമിയയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുത്തു. സച്ചുവിന് ഈ കിസ്മിസും അതുപോലെ കാഷ്യൂ ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ സച്ചുവിനുള്ളത് മാറ്റി വെച്ചിട്ട് ഏട്ടന് മാത്രം നെയ്യിൽ കുറച്ച് കിസ്മിസും കാഷ്യൂവും ഇട്ടിട്ട് വറുത്തിട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് തോന്നുന്നു ഇങ്ങനെ പായസം ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ, പക്ഷെ നല്ല ടേസ്റ്റ് നോർമൽ നമ്മളെ പായസത്തിന്റെ ടേസ്റ്റാണ്. മാത്രമല്ല നന്നായിട്ട് ഇങ്ങനെ കുറുകും വരും കേട്ടോ. നമ്മളിങ്ങനെ കുറേ കിടന്ന് ഇളക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഞാൻ കാരമലൈസ് ചെയ്തിട്ട് ആക്കുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറിൽ വരെ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരമലൈസ് ചെയ്ത പഞ്ചസാരയ്ക്ക് നമ്മൾ അല്ലാണ്ട് ഡയറക്റ്റ് ആഡ് ചെയ്യുന്ന പഞ്ചസാരേനെക്കാട്ടിലും കുറച്ച് ടേസ്റ്റ് കൂടുതലല്ലേ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരമലൈസ് ചെയ്തെടുക്കുന്ന ആ ഒരു മധുരം ഉണ്ടല്ലോ, അതിന് ഒരു ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം സച്ചുവിന് ശരിക്കും അടപ്രഥമനാണ് ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ ഈ ന്യൂഡിൽസ് പായസം എന്ന് പറഞ്ഞ് ആണ് അവൻ ഈ സേമിയ പായസമൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ അമ്മയൊക്കെ പായസം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പായസം, സേമിയ പായസം ഒന്നുമില്ല കേട്ടോ. അതുപോലെ അമ്മ എപ്പോഴും ഈ ഒരു പാലിന്റെ കവറ് രണ്ടാമത് കഴുകിയിട്ട് ഒഴിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു എന്തിനാ ഇങ്ങനെ ഒക്കെ ചെയ്യേണ്ട ആവശ്യം, പാലൊഴിച്ച് കഴിഞ്ഞാൽ കവറ് കളഞ്ഞാൽ പോരെ, വീണ്ടും അത് കഴുകി ഒഴിക്കുന്നൊക്കെ എന്തിനാന്ന്. പക്ഷെ നമുക്കൊരു കുടുംബമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത്. ഈ ഓരോ തുള്ളി സാധനങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, ഒരു 10 രൂപ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ശരിക്കും നമ്മളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ പാൽ ഏകദേശം ഒന്ന് ജസ്റ്റ് ചൂടായി വന്നപ്പം തന്നെ ഞാൻ സേമിയ അതിനകത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പായസം റെഡിയായി. എല്ലാം ഒരു അരമണിക്കൂർ പോലും വേണ്ട, അപ്പോഴേക്കും നമ്മുടെ പായസമൊക്കെ റെഡിയായി. ഇനി ഇതിനകത്തേക്ക് വറുത്തിടണം, കുറച്ച് സച്ചുവിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ ക്ലോസ് ചെയ്ത് ഇനി വൈകുന്നേരം അമ്പലത്തിൽ പോകണം കേട്ടോ.